ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് നോക്കൂട്ട. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടും. എത്ര സമയം കഴിഞ്ഞാലും ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാവ് വേണോ അതനുസരിച്ച് എടുത്തോളൂട്ട. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതാണ് ഇട്ട. പുളിയില്ലാത്ത നല്ല തൈര്. 1 കപ്പ് ഗോതമ്പ് മാവിന് 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കണത്. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് നല്ലോണം മാവില് മിക്സ് ആയിട്ടാവണേ. നമ്മൾ എപ്പോഴും ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഇട്ടാ, ചുടുവെള്ളമല്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടാ കുഴച്ചെടുത്തേക്കണത്. ഇനി നമുക്ക് ഈ മാവ് അരമണിക്കൂർ റെസ്റ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഒന്നും കൂടി നമുക്ക് കുഴച്ച് കൊടുക്കാം. കുഴച്ചതിന് ശേഷം ഈ മാവ് 2 ബോൾ ആക്കുന്നുണ്ട് ഇട്ടാ. കല്ലിൽ കുറച്ച് ഗോതമ്പ് മാവ് സ്പ്രെഡ് ചെയ്യുക. ബോളിന്റെ മുകളിലും മാവ് സ്പ്രെഡ് ചെയ്യണ്ടേ പരത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് 10 ചപ്പാത്തി ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓരോ ബോൾസ് ആക്കി പരത്തിനേക്കാട്ടിലും എളുപ്പമാണ്. ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ. ഹോൾ ആക്കിയതിന് ശേഷം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം. ഒരു ഭാഗത്ത് നിന്ന് മടക്കാം. മടക്കിയതിന് ശേഷം കുറച്ച് ഗോതമ്പ് മാവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം മടക്കുമ്പോഴും ഇതുപോലെ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. ഈ സ്റ്റെപ്പ് എല്ലാം ചെയ്തിട്ട് മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എപ്പോൾ വേണോ ആ സമയത്ത് എടുത്തിട്ട് ചപ്പാത്തി പരത്തിയിട്ട് ഉണ്ടാക്കുമ്പോഴും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ടൈറ്റ് ആക്കി കൊടുക്കും. ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് റൗണ്ട് ആക്കി എടുക്കും. ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. പാൻ നല്ലോണം ഹീറ്റ് ആകുമ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം കുറേശ്ശെ റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. അത്രയ്ക്കും സോഫ്റ്റ് ആട്ടോ. നമുക്ക് പൊറോട്ട ഒക്കെ ഉള്ള പോലെ തന്നെ ഉണ്ടാവും. ലെയറായിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.